മനാഫ്ക എന്ന് പറയുന്ന വ്യക്തിനെ പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരിചയമാണ്. ഇപ്പോഴും നമുക്കൊരു ജ്യേഷ്ഠൻ്റെ സ്ഥാനം തന്നെയാണ്. എന്തൊരു കാര്യത്തിനും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. പിന്നെ അതുകൂടാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് ടൈമിനെല്ലാം ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടും എല്ലാം ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. പിന്നെ പ്രളയത്തിൻ്റെ ഇതിലും എല്ലാം അത് കൗൺസിലറിന് മുന്നേ ഉള്ളതാണ്. അത് തന്നെയാണ് ആ വ്യക്തി കൗൺസിലറാകാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയും ഞങ്ങൾ കണ്ടെക്കണം. എല്ലാ കാര്യത്തിലും ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനവും ഇഷ്ടമാണ് മനാഫ്ക എന്ന് പറയുന്ന വ്യക്തിനെ. എന്തു വന്നു കഴിഞ്ഞാലും ഇനിയൊരു ഇലക്ഷന് നിൽക്കണമെങ്കിൽ മനാഫ്ക തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ ഓഫീസിൽ സജീവമാണ്. ഓഫീസിലെ എല്ലാ കാര്യങ്ങളും രാവിലെ 8 മണി രാത്രി 10 മണി നമ്മുടെ ആളുണ്ടാകും. നമ്മളെ സുഹൃത്തുക്കളായിട്ടായാലും നമ്മളെ പ്രവർത്തകരായിട്ടായാലും ആരെങ്കിലും നമ്മുടെ ഓഫീസിലുണ്ടാവും. എന്ത് കാര്യത്തിൽ ആര് വന്നാലും അവർക്ക് സഹായമായിട്ട് നമ്മുടെ പ്രവർത്തകരുടെ പിന്തുണയുണ്ടാവും. അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള മരുന്ന് വിതരണം നമ്മുടെ വെച്ചാണ് നടത്തുന്നത്. കുട്ടികൾക്കുള്ള ഇഞ്ചക്ഷനും മറ്റുള്ള സംവിധാനങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാനുള്ള സംവിധാനമാണ്. ഇത് വയോമിത്രത്തിൻ്റെ ഓഫീസായാണ്. താൽക്കാലികമായിട്ട് കൗൺസിലർ ഓഫീസായിട്ട് കൊണ്ടുനടക്കുന്നത്. വയോമിത്രത്തിനുണ്ട് ഉപയോഗിക്കുന്ന ഓഫീസാണ്. വയോജനങ്ങൾക്ക് വേണ്ടി ഇരിക്കാനും അവർക്ക് അതോടൊപ്പം തന്നെ അവർക്കുള്ള മരുന്ന് ഏറ്റവും കൂടുതൽ മരുന്ന് വിതരണം നടത്തിക്കുന്ന ഒരു ഡിവിഷനാണത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വന്നതിന് ശേഷമാണ് അവർക്ക് ഇപ്പോൾ 10-25 പേര് മാസത്തിൽ 10-25 പേരുള്ളൂ. അതിന് നേരത്തെ 100ഓളം പേരുണ്ടായിരുന്നു വയോമിത്രത്തിൽ. എല്ലാ മാസവും മാസത്തിൽ 2 തവണ മരുന്ന് വിതരണവും ഡോക്ടറുടെ സേവനമൊക്കെ ഉണ്ടായിരുന്നു ഈ ഓഫീസിൽ. കമ്മ്യൂണിറ്റികൾ ഇപ്പോൾ വന്നതിന് ശേഷം ഞങ്ങൾ പുതുക്കി പോണത് വാഷ് ബേസിനൊക്കെ കഴുകുന്ന പൈസ ഒക്കെ ഉള്ളിലായിരുന്നു. അതിനകത്ത് നിന്ന് ആളുകൾക്ക് തിങ്ങി നിൽക്കാനിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് പുറത്തേക്ക് മാറ്റി ഇപ്പോൾ അവിടെ വിപുലമായിട്ട് പുറകുവശവും പണ്ടാരികൾക്ക് ഉപയോഗിക്കാനായിട്ട് മറ്റേ വെപ്പുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പുറകുവശം സൗകര്യപ്പെടുത്തി. ഇവിടെ സൈഡിലെ ആളുകൾക്ക് ഇരിക്കാം, ഇവിടെ ആളുകൾക്ക് ഇരിക്കാം. ഇനിയിപ്പോൾ കുറച്ചുള്ളതെന്ന് ഈ തോടിൻ്റെ സൈഡുണ്ട്, വലിയ കാനയാണ്. ഈ നമുക്കൊന്ന് സ്ലാബിട്ട് മൂടാനുള്ള ഫണ്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മതിൽ സ്ലാബിൻ്റെ ഈ ഭിത്തിയോടെ അടുപ്പിച്ചാണ്. അപ്പോൾ 2 മതിലും പൊളിക്കണം. അപ്പുറത്തെ വീട്ടുകാരെ മതിലും പൊളിക്കണം, ഇപ്പുറത്ത് നമ്മളെ മതിലും പൊളിച്ചാൽ മാത്രം ഒരു വർക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോൺട്രാക്ട് എടുക്കാത്തതുകൊണ്ട് ആ ഫണ്ട് അങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഒന്നും കൂടി സൗകര്യത്തിൽ നല്ല രീതിയിൽ വിപുലപ്പെടുത്തി പോകാൻ പറ്റും. നമ്മളെ ഡിവിഷനെ സംബന്ധിച്ചാലും 2500ഓളം കുടുംബങ്ങൾ നമ്മുടെ പരിസരത്ത് മറ്റുള്ള ഡിവിഷനുകളെല്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളാണ്. സ്ഥല സൗകര്യം വളരെ മോശമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളുടെ പ്രവർത്തനം ഒരു 6000 രൂപ 6500 രൂപക്കാണ് ഒരു ദിവസം വാടകയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വിപുലപ്പെടുത്തി അവർക്ക് എന്ത് സൗകര്യത്തിൽ ചെയ്ത് കൊടുക്കാവുന്ന സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പിന്നോക്കം നമ്മുടെ പ്രദേശത്ത് കളിസ്ഥലം പോലും ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇങ്ങനത്തെ സ്ഥാപനം തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഹോമിയോ ഡിസ്പെൻസറി വളരെ മോശമായ അവസ്ഥയിലാണ്. കറണ്ട് ലൈറ്റ് ഇലക്ട്രിഫിക്കേഷനായിട്ട് മോശം, വാൾ ടൈലാണ് എല്ലാം ഇളകിയിരിക്കുന്നത്. അകത്ത് അതിൻ്റെ സൗകര്യങ്ങളില്ല. അപ്പോൾ അങ്ങനത്തെ ഇടത്തിൽ ഇപ്പോൾ കുറച്ച് 3 ലക്ഷം രൂപ മുടക്കി അതിൻ്റെ അടിസ്ഥാന സൗകര്യം കംപ്ലീറ്റ് വികസിപ്പിച്ച് എല്ലാ ഇലക്ട്രിഫിക്കേഷനും മാറ്റി ഇപ്പോൾ ഫ്രിഡ്ജ് അടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏറ്റവും കൂടുതൽ എല്ലാ ഡിവിഷനിലും രോഗികൾ വരുന്നൊരു ഹോമിയോ ഡിസ്പെൻസറിയാണ്. കാരണം വെച്ചാൽ നല്ലൊരു ഡോക്ടറാണ്, മിനി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഡോക്ടറാണ്. ചില പുള്ളി രോഗിയെ എല്ലാ വിവരങ്ങളും അറിഞ്ഞ് ചികിത്സിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഡിവിഷൻ നമ്മൾ പരിസര ഡിവിഷനിൽ ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഹോമിയോ ഡിസ്പെൻസറിയാണ്. ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ വനിതാ വികസനമായിട്ട് മറ്റേ തൊഴിൽ പരിശീലന കേന്ദ്രം, ഒരു തൊഴിൽ പരിശീലന കേന്ദ്രത്തിൻ്റെ മുകളിൽ അതിൻ്റെ വർക്ക് ഇപ്പോൾ തന്നെ തുടങ്ങും. അതിൻ്റെ ഫണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി കൂടി ഉദ്ഘാടനം നടത്തണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതിൻ്റെ മുകളിൽ അതിൻ്റെ വർക്കെല്ലാം ഇപ്പോൾ ഈ ആഴ്ച തുടങ്ങാതെ പറയണേ. ഇവിടെ കഴിഞ്ഞാൽ തൊഴിൽ പരിശീലനം വനിതകൾക്ക് തൊഴിൽ പരിശീലന കേന്ദ്രം ഇല്ല ഇവിടെ. അപ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുകളിലൊരു സൗകര്യം ചെയ്യുന്നുണ്ട്.
പ്രാഥമികാരോഗ്യ കേന്ദ്രം. ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രം നമുക്ക് ഉദ്ഘാടനം വിപുലമായിട്ട് ഉദ്ഘാടനം നടത്താൻ പറ്റില്ല. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ പേരിൽ ജനങ്ങളുടെ ആവശ്യമുള്ള ഉദ്ഘാടനമുള്ള വലുത് അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 12 മണി മുതൽ വൈകിട്ട് ഒരു 6 മണി വരെ ഡോക്ടറുടെ സേവനമുണ്ട്. 180ഓളം 90 OP എല്ലാ ദിവസവും ഇവിടെ ഉണ്ട്. നല്ല ഡോക്ടറുടെ സേവനം, മരുന്ന് വിതരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ വയോബന്ധത്തിൻ്റെ പറഞ്ഞ പ്രകാരം ഏറ്റവും കൂടുതൽ വയോബന്ധത്തിന് മരുന്ന് കൊടുത്ത ഡിവിഷനായിരുന്നത്. ഇപ്പോൾ അത് കുറഞ്ഞ് 25 കുറഞ്ഞ്, ബാക്കി എല്ലാവരും നേരിട്ട് പിന്നെ ചികിത്സിക്കുന്ന സംവിധാനമാണ് ഉള്ളത്. പിന്നെ ഇതിന് മുകളിൽ ഉള്ളത് നമ്മുടെ അയൽക്കൂട്ടത്തിലെ സ്ത്രീകൾക്ക് സുംബ ഡാൻസ്, പിന്നെ യോഗ, മറ്റുള്ള ശാരീരിക മാനസിക ഉല്ലാസങ്ങളുടെ സൗകര്യം മുകളിലുണ്ട്. അതിന് എക്യുപ്മെൻസ് ഒന്നുമില്ല, അവർ സ്വയം വന്ന് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ചെയ്തിട്ടുണ്ട്. 10-40ഓളം മരുന്നുകൾ ദിവസം വരുന്നുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് വരാത്ത ഒരു സമയം മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ബാച്ചായിട്ട് തരംതിരിച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അവർ. കാരണം എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാനുള്ള സൗകര്യക്കുറവുള്ളതുകൊണ്ട് 2-3 ബാച്ചായിട്ട് തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ചെയ്തൊക്കെ അതിനൊപ്പം തന്നെ ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അവർക്ക് ജിമ്മിനും മറ്റുള്ള ഓപ്പൺ ജിമ്മിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണമായിരിക്കും. എന്തായാലും നല്ല രീതിയിൽ അത് പ്രവർത്തി നടന്നുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം ഉണ്ടായിരുന്നൊരു ആളുകളാണിത്. കാരണം ഏറ്റവും വലിയ വിഷയമാണ് മാലിന്യ പ്രശ്നം. ഡിവിഷനിലെ എല്ലാ മുക്കിലും മൂലയിലും മാലിന്യങ്ങൾ തിങ്ങിക്കെടുക്കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വീട്ടിൽ കിടന്ന് തുടങ്ങാൻ പറ്റില്ല, അത്രയും വിളിയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇവരുടെ സഹായത്തിൽ കൂടി നമ്മുടെ ഡിവിഷനിൽ നിന്ന് മാലിന്യമുക്തമാണ്. ഒരു സ്ഥലത്തും മാലിന്യം കുന്നുകൂടി കിടക്കല്ല. ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് നോക്കിക്കും. നമ്മുടെ ഡിവിഷനിൽ ഒരു സ്ഥലത്തും മാലിന്യം കുന്നുകൂടി കിടക്കല്ല, കൂട്ടിയിട്ടിട്ടില്ല. എല്ലാം ഡെയിലി കളക്ട് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. എല്ലാത്തിനും ഇവരുടെ എല്ലാവരുടെ നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്. വീടുകൊണ്ട് ഹരിതകർമ്മസേന എല്ലാവരുടെ സഹായത്തിൽ കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. CSML വർക്കാണ്. CSML വർക്ക് പൂർണ്ണമായില്ല, ഗ്രില്ലൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഫണ്ട് പാസ്സായി കിടക്കുകയാണ്. ടെൻഡർ നടപടി കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ളത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ജിമ്മായിട്ടുണ്ടായിരുന്നു, കുട്ടികളെ കളിക്കാനുള്ള സൗകര്യം, പിന്നെ അത് അപ്പുറം ബാസ്ക്കറ്റ് ബോൾ, വോളിബോൾ അങ്ങനെയുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ടൈം അതുകൊണ്ട് കോവിഡ് സമയത്തായതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യിക്കാൻ പറ്റുമായിരുന്നെങ്കിലും ആ സമയത്തുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടെങ്കിലും നല്ല നിലയിൽ ഈ സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട്. അത് രാവിലെയും വൈകിട്ടും സ്ത്രീകളും കുട്ടികളോടൊക്കെ കൂടെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ മറ്റേ യോഗ കാര്യങ്ങളൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് അവിടെ അതിൻ്റെ അകത്ത് സ്റ്റേജിൽ. അടിയാറുടപ്പിൽ ഞങ്ങളുടെ തറവാട്ടിൽ പനാഫ് വോട്ട് ചോദിച്ചാണ് വന്നത്. ഫസ്റ്റ് വോട്ട് ചോദിച്ച് വന്നപ്പോഴാണ് വീടിൻ്റെ അവസ്ഥ. പണ്ട് വന്നതാണ് മനാഫ്. പക്ഷേ അപ്പോൾ വന്നപ്പോഴാണ് ആ വീടിൻ്റെ അത്രയും അവസ്ഥ മോശമായിട്ട്. ഓരോ വശം ഇടിഞ്ഞ് 100 കൊല്ലം പഴക്കമുള്ള വീടായിരുന്നു. അപ്പോൾ ആ അവസ്ഥ കണ്ടപ്പോൾ മനാഫ് പറഞ്ഞ്, ഞാൻ ജയിച്ചാൽ ആദ്യം ചെയ്യുന്നത് ഈ വീടിൻ്റെ ഒരു പുനർനിർമ്മാണമെന്നാണ് പറഞ്ഞത്. അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ ആ വീട് അത്രയും പഴക്കമുള്ള വീട് പൊളിച്ച് 4 സെൻറ്റ് സ്ഥലമായിരുന്നു. അതിൻ്റെ അകത്ത് 2 സെൻറ്റ് സ്ഥലത്തിൽ ഒരു നല്ല അടിപൊളി വാർക്ക വീട് ഹൈബ്രിഡിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ആ ഒരു അത്രയും പേരെ വിധവകളൊക്കെ ആയിരുന്നു അവരെ ഉൾപ്പെടുത്തിയിട്ട് ആ വീട് നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞു കൊടുത്ത്. നല്ല 3 നില വീട് വെക്കാവുന്ന ഫൗണ്ടേഷനാണ് അതിന്. എന്നിട്ട് ആ വീട് അപ്പോൾ നല്ല സുരക്ഷിതമായിട്ട് കാറ്റും ഏത് ടൈമിനും പരിസരവാസികൾക്കൊക്കെ പേടിയായിരുന്നു. ഏതിന് നിമിഷം നിലം പൊത്തി വീട് അത്രയും പേര് മരിച്ചു പോകും. കക്കൂസ് എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഒരു വീട്, നല്ല ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളി വീട് പണിഞ്ഞത് മനാഫ് ആ വാക്ക് പാലിച്ച് അത് പണിഞ്ഞ് തന്നെ കൊടുത്ത് റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് പുതിയതായിട്ട് പണിഞ്ഞ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ബിഗ് ബെൻ ഹൗസും അവരൊക്കെ ആ ഹോളിലും അവിടെ ഇവിടെ കമ്മ്യൂണിറ്റി ഹോളിലും അവിടെ ഇവിടെയൊക്കെയാണ് കിടന്നിരുന്നത്. അതും ചെയ്തു കൊടുത്ത്. വിലയിരുത്താനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ വന്നിരുന്ന കൗൺസിലർമാരിൽ വെച്ചിട്ട് മനാഫിൻ്റെ അത്രയും ഇതിലാരും പോയിട്ടില്ല. അതാണ് എനിക്ക് വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്. മനാഫ് അത്രയും ഇതിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാമല്ലോ, എത്ര ചെയ്താലും ഒരിത് നിൽക്കും, അങ്ങനെ നിൽക്കുന്നുള്ളൂ. പക്ഷേ കറക്റ്റായിട്ട് ചോദിച്ച് വന്നാൽ ഒന്നും ഉണ്ടാവില്ല പറയാൻ, ആർക്കും ഒന്നും ഉണ്ടാവില്ല. അത് ശരിക്കും എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം.
1700 പേർക്ക് വിവിധ പെൻഷൻ അവിവാഹിത പെൻഷൻ, വിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, അങ്ങനെ അടക്കം 1700 പേർക്ക് നമ്മുടെ ഡിവിഷനിൽ പെൻഷൻ കൊടുത്തത്. മൊത്തം 1400 പേര് ഡിവിഷനിൽ പെൻഷൻ വാങ്ങുന്നുണ്ട് നമ്മുടെ പ്രദേശത്തുള്ളവർ. അതുപോലെ അവർക്ക് വയോജനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവരെ ടൂർ വരെയും നമുക്ക് കൊണ്ടുപോയി, ഒരു 100-100 പേരെ ടൂർ വരെയും കൊണ്ടുപോയി. അവർക്ക് വാഗമണ്ണിൽ കൊണ്ടുപോയി അവരെ അതോടൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വന്ന്. നമ്മളിപ്പോൾ നിത്യേന കാണുന്നതാണ് മനാഫിൻ്റെ ഈ നമ്മുടെ ഡിവിഷനിലെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വളരെ നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് മനാഫ്. അതുകൊണ്ട് നമുക്ക് മനാഫിനോട് വളരെയേറെ സിൻസിയർച്ചി ഉണ്ട്. ഇനിയും ഇത് തുടർന്നും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പിന്നെ പുരോഗമനങ്ങളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണ്ടപ്പെട്ട ഒരു നമ്മളോടുള്ള സ്നേഹം വ്യക്തിപരമായിട്ട് മനാഫിനോട് എനിക്ക് വളരെയേറെ ബിഗ് ബെൻ ഹൗസ് തെരഞ്ഞെടുപ്പ് കാലത്തും അതിലൊക്കെ വന്ന് കാണാൻ. ഇതിൻ്റെ പുറകിൽ ഒരു കുളമുണ്ട്, ചരിത്ര പ്രസിദ്ധമായ കുളമുണ്ട്. ആ കുളവും ഇത് വർഷങ്ങളായിട്ട് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഈ ബിൽഡിംഗ് ഷിപ്പ് യാർഡിലെ മറ്റേ കപ്പിത്താന്മാർ വന്ന് താമസിച്ചിരുന്ന സ്ഥലമെന്ന് പറയുന്നത്. ഇവിടെ 6 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. ഇത് ഇപ്പോൾ ഈ മോഡലായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏത് സമയം ഒഴിഞ്ഞ് വീഴാറാവുന്ന ബിൽഡിംഗ് ആയിരുന്നു. ഒരു കാറ്റും മഴയത്തും അതിൻ്റെ ബാലൻസ് തെറ്റി ആളുകളെ ഇവിടുന്ന് ഒഴിപ്പിച്ച് 1-2 വർഷക്കാലം ഈ നമ്മളെ MASLP സ്കൂളിൽ താമസിപ്പിച്ച്. ഈ ഘട്ടത്തിൽ കമ്മ്യൂണിറ്റിയാണല്ലോ. ഈ ഘട്ടത്തിൽ അധികാരികളോട് കോർപ്പറേഷൻ പേരടക്കം MLA അടക്കം സംസ്ഥാന സർക്കാരിന് വരെ കത്ത് അയച്ചിട്ടും ഇതിന് മറുപടി ഉണ്ടായില്ല. അതിനുശേഷം CSM-ആയിട്ട് ബന്ധപ്പെട്ട് പല CSR ഫണ്ടുകളും അന്വേഷിച്ച് കിടന്നു. ഒരു രക്ഷയില്ലാത്ത അവസരം 1-2 വർഷക്കാലം 42 അംഗങ്ങൾ, ചെറുതും വലുതുമായ 42 അംഗങ്ങൾ ഈ കമ്മ്യൂണിറ്റികളിലെ ഒറ്റ ഹോളിലാണ് കഴിഞ്ഞിരുന്നത്. വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ AM നൗഷാദ് ആയിട്ട് സംസാരിച്ച്, നമ്മുടെ ഹാർബറിലെ വ്യവസായി AM നൗഷാദ് സംസാരിച്ച് പുള്ളി വന്ന് കണ്ടപ്പോൾ തന്നെ പുള്ളി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് 25 ലക്ഷം രൂപ മുടക്കി എന്ന് ഇത് നല്ല രീതിയിൽ അവർക്ക് മനസ്സമാധാനത്തോടെ അന്തി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ 6 കുടുംബം ഇവിടെ കഴിയുകയാണ്. അത് ഏറ്റവും ജീവിതത്തിൽ ഈ 5 വർഷത്തിലെ ഏറ്റവും വലിയ ഒരു മാനസിക സന്തോഷം കിട്ടിയ അവസ്ഥ. ഇതോടൊപ്പം തന്നെ അധികാരത്തിൽ സ്ത്രീക്ക് IBയുടെ ഫണ്ടിൽ നിന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. 100 പേർക്ക് PMAY ഭവന പദ്ധതി പ്രകാരം ഭവന നിർമ്മാണത്തിനുള്ള അനുമതി കിട്ടി. ലാസ്റ്റ് കുറച്ച് ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലൈഫ് പദ്ധതി പ്രകാരം 22ഓളം പേര് ഭൂമി കിട്ടാവുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരാളത് ഇനി നേടുന്ന അതിൻ്റെ രജിസ്ട്രേഷൻ ഭൂമി ഇത് കൊടുക്കാമെന്നുള്ള. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ തിക്കി താമസിക്കുന്ന പ്രദേശമാണ്. സ്വന്തമായിട്ട് ഭവനം പോലുമില്ല. വെറുതെ പട്ടിണി കിടക്കാൻ വേണം 500-600 രൂപ വാടക കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം നേടണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ ചെയ്യാവുന്നത് 5 വർഷം കൊണ്ട് എല്ലാം ഇപ്പോൾ പൂർണ്ണമായിട്ടില്ല, 10-15% പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പോലും കിട്ടുന്ന എന്തെല്ലാം ഫണ്ട് എവിടെ നിന്നെല്ലാം കിട്ടുമോ അതെല്ലാം പൊതുജനങ്ങളെ അറിയിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളുടെ എല്ലാ മെയിൻ റോഡുകളും ചില ഈ ചെറുതായി ജംഗ്ഷൻ മറ്റേ MSC ബാങ്ക് മുതൽ റോയൽ ജംഗ്ഷൻ വരെയും, റോയൽ ജംഗ്ഷൻ മുതൽ പുതിയ റോഡ് വരെയും, പുതിയ റോഡ് മുതൽ നമ്മുടെ കുന്നുംപുറം കുരിശുപള്ളി വരെയും ഈ 4 ചുറ്റുള്ള എല്ലാ റോഡുകളും BMBC റോഡുകളാണ്. ഒരു എല്ലാ റോഡുകളും കഴിഞ്ഞ 4 വർഷമായിട്ട് അറ്റകുറ്റപ്പണി നടത്തണമെന്നില്ല. അതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റോഡ്, കരിപ്പാടത്തേക്കുള്ള റോഡ്, പിന്നെ പമ്പഴത്തിലുള്ള ചെറുലായി വഴി ആ റോഡ്, എല്ലാ റോഡുകളും 90% വർക്ക് പൂർത്തീകരിക്കുക. ഡിവിഷനിലെ എല്ലാ വർക്കുകളും 1-2 ഇടവഴികൾ വെച്ച് ബാക്കി എല്ലാ വർക്കും ഡിവിഷനിൽ ചെയ്യാനുള്ളത് തോടിൻ്റെ ഒരു വർക്കാണ്. തോടിൻ്റെ വർക്കെന്ന് വെച്ചാൽ തോട് ഈ ക്ലീനിക്ക് ടെൻഡർ കഴിഞ്ഞിരിക്കുകയാണ്. ചെളി കോരാൻ വേണ്ടി ടെൻഡർ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ തോടിൻ്റെ സൈഡ് ഭിത്തി കഴിഞ്ഞാൽ കിട്ടാനുള്ള 2-3 വർക്ക് ഉണ്ട് നമ്മുടെ ഡിവിഷനിലേക്ക്. ഇന്ന് നാളെ തുടങ്ങാമെന്നാണ് പറഞ്ഞത്. ഏൽപ്പിച്ച ജോലി 90% ഡിവിഷനിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡ് കംപ്ലീറ്റ് CSML ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. CSML ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഇട റോഡുകൾ മാത്രമേ ഇപ്പോൾ പഴയ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. കത്താത്ത ലൈറ്റ് ഇല്ല ഡിവിഷനിൽ. എല്ലാ ലൈറ്റും കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാ ഉള്ളത്.
പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി തന്ന ആൾക്കാർ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവർ നമ്മുടെ കൂടെ ഉണ്ട്. 4-ാം ഡിവിഷനിൽ ഉണ്ടായിരുന്നില്ല. അവർ പുതിയത് രൂപീകരിച്ച് 12 തൊഴിലാളികൾ മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു വർക്ക് ചെയ്യുന്നത്, നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെ സ്ഥിതി ചെയ്യുന്നത് LKG മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങളാണ്. വിദ്യാലയങ്ങളുടെ സ്ഥിതി വിഷയം വളരെ മോശമായിരുന്നു. നമ്മുടെ ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളും മറ്റ് പെയിൻറ്റിങ് ചെയ്യാത്ത കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു. വന്നതിന് ശേഷം ഈ 5 വർഷക്കാലം എല്ലാ ബിൽഡിങ്ങുകളും പെയിൻറ്റിങ് നടത്തി ഈ AC കമ്പ്യൂട്ടർ ലാബ് 50 ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ കൊച്ചി കോർപ്പറേഷൻ 2ാമത്തെ ഒരു AC കമ്പ്യൂട്ടർ ലാബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. ബഹുമാനപ്പെട്ട മേയർ അനിൽകുമാർ അവர்களാണ് ഉദ്ഘാടനം ചെയ്തത്. KJ Maxx ഉദ്ഘാടനം ചെയ്ത് അധ്യക്ഷനായിട്ട് അനിൽകുമാർ അവர்களுണ്ടായിരുന്നു. ഈ പരിസരത്ത് എല്ലാം തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ അകത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ബിൽഡിങ്ങും പെയിൻറ്റ് ചെയ്ത് അല്ല മോശമല്ലാത്ത രീതിയിൽ വിദ്യാർത്ഥികൾ കടന്നു വരാവുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അസംഘടിത മേഖല തൊഴിലാളികളുടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണത്. ഈ വിദ്യാലയത്തിൽ ആധുനിക സൗകര്യങ്ങളും കൂടി ഇത്തരത്തിലുള്ള സജ്ജീകരണം നടത്തുമ്പോൾ നമുക്കതൊരു സന്തോഷമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാ മേഖല എന്ത് സൗകര്യം വേണോ ആ സൗകര്യങ്ങളെല്ലാം ഈ വിദ്യാലയത്തിൽ ചെയ്തു കൊടുത്തത്. മാത്സ് ലാബ്, കെമിസ്ട്രി ലാബ്, ഈ IT ലാബ്, ഇനിയിപ്പോൾ തുടങ്ങാനുള്ള ഊർജ്ജതന്ത്രത്തിന് ലാബിൻ്റെ സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇത് ചുറ്റുമതിലുകൾ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്ത് അവിടെ കാർട്ടൂൺ വരച്ച് ഈ വിദ്യാലയത്തിൻ്റെ പരിസരവും നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ 25 ഞാൻ ഈ സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ചാർജ് ഏറ്റെടുക്കുന്നത്. ചാർജ് ഏറ്റെടുത്ത് ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. കോർപ്പറേഷൻ 50 ലക്ഷം രൂപ ചെലവഴിച്ച് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ IT പഠനത്തിനുള്ള സാധ്യതകൾ ഒരുക്കുകയാണ് ചെയ്തത്. അതിന് ചുക്കാൻ പിടിച്ചത് നമ്മുടെ വാർഡ് കൗൺസിലറായിരുന്ന ശ്രീ KM മനാഫ് അവറുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്തുകൊണ്ടും വളരെ സുസജ്ജമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബാണ് നമുക്കിവിടെ ഒരുക്കി തന്നത്. 10ാം ക്ലാസ് വരെ IT പഠനം നിർബന്ധിതമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന കുട്ടികൾ +2 എത്തിക്കഴിഞ്ഞപ്പോഴും +1 +2 ക്ലാസ്സുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ IT പഠനത്തിനുള്ള സാധ്യതകൾ വളരെ പരിമിതമായിരുന്നു ഈ സ്കൂളിലുണ്ടായിരുന്നത്. ഇത്തരുണത്തിൽ വളരെ വസ്തുനിഷ്ഠമായി കമ്പ്യൂട്ടർ പഠനം സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേഷൻ്റെ ഈ ചുവടുവെപ്പ് വളരെയധികം സഹായിക്കുകയുണ്ടായി. LP, HS ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 3 സെഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സെഷനുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് ശ്രീ മനാഫ് സാർ വളരെയധികം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഏത് കാര്യത്തിനാണെങ്കിലും സ്കൂളിന് സ്വന്തമായ ഒരു ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് സ്പോർട്സ് നടത്താൻ വളരെയധികം പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റ് കൗൺസിലർമാരോട് ആലോചിച്ച് സ്പോർട്സിന് വേണ്ടി 2023 വെളി ഗ്രൗണ്ടും 2025 പരേഡ് ഗ്രൗണ്ടും അദ്ദേഹം ഒരുക്കി തരികയുണ്ടായി. ഇവിടെയുള്ള പഴയ ടോയ്ലറ്റുകളെല്ലാം ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി എല്ലാവിധ മെയിൻ്റനൻസ് വർക്കുകളും അദ്ദേഹം നടത്തുകയും കുട്ടികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റിലേക്ക് പോകുന്ന ആ വഴികളിൽ ടൈൽ വിരിക്കുകയും ഓഫീസ് റൂമിൻ്റെ പുറകുവശത്തുള്ള കാടുകൾ വെട്ടിത്തെളിക്കുകയും കാലാകാലത്ത് മെയിൻ്റനൻസ് പണികൾ ചെയ്യുന്നത് മൂലം കുട്ടികൾക്കും അതുപോലെ സ്റ്റാഫിനും വേണ്ട രീതിയിലുള്ള പ്രയോജനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ഈ സ്കൂളിൽ നടപ്പാക്കാൻ അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, IT ഈ 3 ലാബുകളും വളരെ സുസജ്ജമായ രീതിയിൽ ഈ സ്കൂളിൽ സജ്ജീകരിക്കാനായിട്ട് അദ്ദേഹം പ്രയത്നിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ ബഹുമുഖമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് ഈ സ്കൂള് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. മനാഫ് സാറെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞങ്ങളുടെ ഈ ഭൗതിക സാഹചര്യങ്ങൾ ഇത്രയധികം വളർച്ച ഉണ്ടായത് സാറ് വന്നതിന് ശേഷമാണ്. എല്ലാ ക്ലാസ് റൂമും ഹൈടെക്കായി. അത് ഞങ്ങളുടെ മാത്സ് സാറ് ചെയ്തു തന്നാണെങ്കിലും സാറും കൂടി ഞങ്ങളുടെ പിന്നെ നിന്നിരുന്നു. സാറ് ഞങ്ങൾക്കാകെ പ്രൊജക്ടറും സ്ക്രീനൊക്കെ തന്നത് അതിന് ഇലക്ട്രിഫിക്കേഷൻ
പിന്നെ ഞങ്ങൾക്കൊരു നഴ്സറിയുടെ ക്ലാസ് റൂമിന് ഏറ്റവും അത്യാവശ്യമായിരുന്നു. അത് കോർപ്പറേഷനോട് പറഞ്ഞ് ഒരു 10 മാസത്തിനുള്ളിൽ തന്നെ അത് ഞങ്ങൾക്ക് നേടിത്തരാൻ സാറിനെ സഹായിച്ചു. പിന്നെ ഞങ്ങളുടെ വെള്ളക്കെട്ടുണ്ടായിരുന്നു, സ്കൂളിന് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടായിരുന്നു, അത് നീക്കി തന്നു. സീലിംഗ് അടർന്നു വീണ് അപകടാവസ്ഥയിലായിരുന്നു സാറ് ജോയിൻ ചെയ്ത ആ സമയത്ത് തന്നെ. അത് എത്രയും പെട്ടെന്ന് കോർപ്പറേഷന് പറഞ്ഞ് പുതിയ സീലിംഗ് ഇട്ട് തന്നു. പിന്നെ വൈറ്റ് വാഷ് സാറ് വന്നേ പിന്നെ 2 പ്രാവശ്യം ഞങ്ങളുടെ സ്കൂള് വൈറ്റ് വാഷ് ചെയ്ത് തന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് പറഞ്ഞത് പുറത്തുള്ള എപ്പോൾ വൈറ്റ് വാഷ് ചെയ്താലും ചുറ്റുമുതൽ വൈറ്റ് വാഷ് ചെയ്യില്ലായിരുന്നു. ആ വൈറ്റ് വാഷ് ഇപ്പോൾ അതും കൂടി സാധിച്ചു തന്നിട്ടാണ്, ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ചെയ്തു തന്നിട്ടാണ് സാറ് പോകുന്നത്. സാറിന് അടുത്ത വർഷം സാറ് വരട്ടെ എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് വനിതാ വാർഡായി മാറി. SSF ഫണ്ട് ഉപയോഗിച്ച് ഭരണകൂടാരം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് 10 ലക്ഷം രൂപ സ്കൂളിന് അനുവദിച്ചപ്പോൾ അതിന് ബിൽഡിംഗ് ഇല്ല. ബിൽഡിംഗ് വേണമെന്ന് നിർബന്ധമായിട്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ഫണ്ട് അനുവദിക്കുക പറഞ്ഞപ്പോൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് 15 ലക്ഷം രൂപ മുടക്കി ബിൽഡിംഗ് പണി നമുക്ക് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു സൗകര്യത്തിൽ കൂടി വിദ്യാർത്ഥികൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഇവിടുന്ന് പാർക്ക് ഏത് വിദ്യാർത്ഥിക്ക് കയറി വരുമ്പോഴും ഒരു പാർക്കിൻ്റെ സൗകര്യത്തിൽ കൂടിയാണ് കണ്ടുകൊണ്ട് വരുമ്പോൾ അവർക്ക് സന്തോഷവും നല്ലൊരു ക്ലിയറായിട്ട് മുന്നോട്ട് പോകാനുള്ള നാളെയും വിദ്യാലയത്തിലേക്ക് ഓടി വരാനുള്ളൊരു ഇത് ആവേശം അവർക്കുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടനവും മറ്റേ കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനവും ഒറ്റ ദിവസമാണ് ബഹുമാനപ്പെട്ട KJ മാക്സിയും ബഹുമാനപ്പെട്ട ഈ മേയറടക്കം വന്ന് നിർവഹിച്ചത്. എല്ലാ വർഷവും സ്കൂളിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ, പുല്ല് വെട്ടി മാറ്റുക, അതേപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി കൊടുക്കുക. പിന്നെ അതുകൂടനുബന്ധിച്ച് ഭരണകൂടാരത്തിൻ്റെ വർക്ക്, അതുപോലെ തന്നെ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള വർക്കുകൾ. ഇപ്പോൾ ഹൈസ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഴയ കെട്ടിടമായിരുന്ന ഹൈസ്കൂളിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുള്ള അത് ഓട് മാറ്റിക്കൊണ്ട് ഷീറ്റാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനം, അതേപോലെ ഹൈടെക്കാക്കി നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ എല്ലാം കമ്പ്യൂട്ടർവൽക്കരിച്ച് LP വിഭാഗത്തിലായാലും അതും ഹൈടെക് പോലെ വിദ്യാലയം ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഡിവിഷൻ കൗൺസിൽ സാധിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളക്കെട്ടിൻ്റെ പ്രവർത്തനങ്ങൾ, ഓടകൾ കോരി ശുചീകരിക്കുക. പിന്നെ ഡിവിഷനിൽ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവനക്കാരും ഹരിതകർമ്മസേനയുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഡിവിഷനിൽ മാലിന്യ കൂമ്പാരം തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ഡിവിഷൻ. കാരണം എവിടെ നോക്കിയാലും ഡിവിഷനിൽ മാലിന്യ കൂമ്പാരം ഉണ്ടാവില്ല. വെള്ളക്കെട്ട് ഒരു പരിധി വരെ പരിഹരിച്ചു പോകുക. അതുപോലെ കുടിവെള്ള പ്രശ്നം അമൃതം പദ്ധതിയിലൂടെ തന്നെ 95% കൊടുക്കുവാൻ ഡിവിഷൻ കൗൺസിൽ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. കോവിഡ് കാലഘട്ടങ്ങളിൽ വളരെ ദുർഘടമായ സമയത്താണ് മനാഫ് ഈ ഡിവിഷൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നത് 2021. ആ സമയത്ത് രോഗികളെ കൊണ്ട് നിറഞ്ഞ ഒരു ഡിവിഷനായിരുന്നു ഈ കരിപ്പാലം ഡിവിഷൻ. ആ സമയത്ത് പുള്ളി ഈ വാക്സിൻ ഡ്രൈവും ഇതൊക്കെ നടത്തി രോഗികളെ വേണ്ടത്ര സഹായിച്ചിട്ടും ഈ പ്രദേശത്തെ രോഗമുക്തിയാക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അതേപോലെ ഈ ഡിവിഷനിലെ ഡെവലപ്മെൻറ്റ്സ് CSMLുമായി കൈകോർത്തും കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ചും ഈ ഡിവിഷനിലെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. റോഡിൻ്റെ വികസനം, അതേപോലെ ഇലക്ട്രിസിറ്റി, അതേപോലെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും മുൻകൈയെടുത്ത് വളരെയധികം നല്ലവണ്ണം പ്രവർത്തിച്ച വ്യക്തിയാണ് മനാഫ്. കൗൺസിലർ ഞങ്ങളെ അംഗൻവാടിക്ക് വേണ്ടി 4ാം ഡിവിഷനിൽ 13 അംഗൻവാടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും CSMLൻ്റെ കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൗൺസിലർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ചെയ്തു തരാനും കൂടിയും കുറച്ചുണ്ട്. അത് കൗൺസിലർ ഇറങ്ങണ മുമ്പ് ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നേരെ ഒന്നും അത് ചെയ്യാണ്ട് പോയിട്ടില്ല. ഈ 5 വർഷ കാലയളവിൽ ഡിവിഷൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ മലയോരത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ഒരു വീട് ഇരിക്കുന്നു. ആ സ്ഥലത്ത് 2500ഓളം വീടുകൾ ഉള്ള ഡിവിഷനാണിത്.
ഈ അവസ്ഥയിൽ നമ്മുടെ ഡിവിഷനിലെ എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയായാലും ശരി, ശുചിത്വ മേഖലയായാലും ശരി, പിന്നെ ഈ ഗതാഗത മേഖല, എല്ലാ മേഖലയിലും നമുക്ക് പോയി ശ്രദ്ധ പതിപ്പിക്കാനും ആ മേഖലയിലെല്ലാം ഈ റോഡുകളെല്ലാം BMBC ആക്കി, എല്ലാ മെയിൻ റോഡുകളെല്ലാം BMBC ആക്കി തീർത്ത്, അതുപോലെ നമ്മുടെ ഇട റോഡുകൾ 90% പണി പൂർത്തിയായി. ഒരു ഡിവിഷൻ കുറച്ച് വർക്ക് കൊണ്ട് നടക്കാറുണ്ട്. അതിൻ്റെ അഗ്രിമെൻറ്റ് ട്രെഡ് നടപടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുടിവെള്ള പ്രശ്നം 95% പേർക്കും കുടിവെള്ള കണക്ഷൻ കൊടുത്തു എന്നുള്ളതാണ് സത്യം. 25 പേർക്കോ 30 പേർക്കൊന്നും എന്താ ഡിവിഷനിൽ കുടിവെള്ള കണക്ഷൻ കിട്ടാനുള്ളൂ. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വയോജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തത്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടങ്ങിയത് കൂടി ഉച്ചയ്ക്ക് 12 മണിക്ക് ഡോക്ടർ വരും, 6 മണിക്ക് ഡോക്ടറുടെ സേവനം ഉണ്ടാവും. മാസം വയോജനങ്ങൾക്ക് വേണ്ടി വേറൊരു ക്യാമ്പ് എൻ്റെ ഓഫീസിൽ തന്നെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും മരുന്ന് സൗജന്യമായി കൊടുക്കുന്നുണ്ട്. അവരെ വയോജനങ്ങൾ ടൂറിന് കൊണ്ടുപോയി 100-100ഓളം പേരെ നമ്മൾ വാഗമൺ ഒരു ട്രിപ്പ് അടിച്ച് സന്തോഷകരമായ ഒരു മുഹൂർത്തം വരുന്ന ആ സമയത്തൊക്കെ. അതുപോലെ ഈ മാലിന്യ പ്രശ്നം, ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു മാലിന്യ പ്രശ്നം. ആ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ ഹരിതകർമ്മസേന രൂപീകരിച്ചതും അതിനുശേഷം നല്ലൊരു രീതിയിൽ നമ്മുടെ ഡിവിഷനിൽ ഏതൊരു ഡിവിഷനെക്കാട്ടും എടുത്തു പറയാൻ പറ്റും, നമ്മുടെ ഡിവിഷനിൽ ഒരു മാലിന്യ കൂമ്പാരങ്ങളില്ല. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ സഹപ്രവർത്തകർ ഉപയോഗിച്ച് ഷമീറുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഇനി അടിയന്തരമായിട്ട് ചെയ്യാനുള്ള തോടിൻ്റെ ഒരു ചെളി നീക്കലാണ്. അതിൻ്റെ ഒരു ടെൻഡർ നടപടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഡെപ്തൊക്കെ എടുത്ത് പോയിരിക്കണം. മിക്കവാറും ഈ ആഴ്ച അതിൻ്റെ വർക്ക് തുടങ്ങും. പിന്നെ ആ സൈഡ് വിത്ത് കെട്ടാനുള്ള സംവിധാനവും നടപടിയായിട്ടുണ്ട്. 2-ാം ഡിവിഷനിലും 3-ാം ഡിവിഷനിലും അതിൻ്റെ വർക്ക് നടന്നു കഴിഞ്ഞ് 4ലേക്ക് ഈ ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പോകുന്നതിന് മുമ്പ് തീർത്തിട്ട് മുന്നോട്ട് ഈ കാലാവധി അവസാനിപ്പിക്കുകയുള്ളൂ. എന്തായാലും എൻ്റെ ഡിവിഷനിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, പിന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും സഹകരണം ഈ 5 വർഷക്കാലം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ആശാ വർക്കർമാർ, ADS അംഗങ്ങൾ, അയൽക്കൂട്ടാംഗങ്ങൾ, കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ ഡിവിഷനിലെ എല്ലാ സമുദായങ്ങളും ഉണ്ട്. എല്ലാ സമുദായങ്ങളുടെയും എല്ലാവരുടെയും സഹായ സഹകരണം എപ്പോഴും എന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നതോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ, ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മേയർ, പ്രതിപക്ഷ നേതാവ്, ഇവരൊക്കെ എന്ത് കാര്യത്തിനും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിൽ പോകണം, എന്ത് ചെയ്യണമെന്ന് എനിക്ക് പുതിയൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന വ്യക്തികളാണ്.